സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. ജൂൺ 30 വരെ വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ നിയന്ത്രണമെന്ന് KSEB. ആവശ്യത്തിന് മഴ കിട്ടിയില്ലെന്ന വാദം. തിരിച്ചടിയായത് എൽ നിനോ. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതോടെ ഇന്ന് കോഴിക്കോട് ഓറഞ്ച് അലർട്ട്, 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. PM ശ്രീയിലെ നിലപാടിൽ അടിമുടി മലക്കം മറിഞ്ഞ VD സതീശൻ സർക്കാർ. PM ശ്രീയിൽ നിന്നും പിന്മാറില്ല. കേന്ദ്ര ഫണ്ട് വാങ്ങിയതിനാൽ പിന്മാറ്റം അസാധ്യം. കേന്ദ്ര ഫണ്ട് എന്തിന് പാഴാക്കണമെന്ന് ചോദ്യം. വർഗീയ അജണ്ട നടപ്പാക്കില്ല എന്നും മുഖ്യമന്ത്രി. പദ്ധതിയിൽ ഒപ്പിട്ട് കുളമാക്കിയത് LDF എന്നും മന്ത്രി N ശംസുദ്ദീൻ. PM ശ്രീയിൽ ഒപ്പിട്ട് പിൻവലിഞ്ഞ CPIM VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത്. മതേതര കേരളം പദ്ധതി നടപ്പാക്കിയാൽ അനുവദിക്കില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. PM ശ്രീയിൽ നയാ പൈസ വാങ്ങിയില്ല എന്ന് MV ഗോവിന്ദൻ. സതീശൻ BJPക്ക് കീഴടങ്ങിയെന്നും വിമർശനം. PM ശ്രീ മരവിപ്പിച്ചുള്ള കത്ത് കേന്ദ്രത്തിന് കൈമാറിയിരുന്നു എന്ന് മുൻ മന്ത്രി V ശിവൻകുട്ടി. CMRL എക്സാലോജി കേസിൽ 8 മണിക്കൂറായി വീണ ടിയെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാവിലെ 10:30 കൊച്ചി ED ഓഫീസിൽ വീണ എത്തിയത് മുഹമ്മദ് റിയാസിനൊപ്പം. ചോദ്യം ചെയ്യൽ CMRLൽ നിന്നും 2016 മുതൽ 2021 വരെ ലഭിച്ച പണത്തെക്കുറിച്ച്. തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും പിളർന്നു. 9-ൽ 6 ലോക്സഭാ MPമാരും BJP കൂടാരത്തിൽ. പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത്. ഡൽഹിയിലെത്തി കൂറുമാറ്റത്തിന് ചരട് വലിച്ച് ഏക്നാഥ് ഷിൻഡെ. നടക്കുന്നത് കുതിരക്കച്ചവടമെന്ന് ഉദ്ധവ് വിഭാഗം. ഇറാനിൽ $30,000 കോടി സ്വകാര്യ നിക്ഷേപം എത്തിക്കാമെന്ന് അമേരിക്ക സമ്മതിച്ചതായി റിപ്പോർട്ട്. 14 വ്യവസ്ഥകളുള്ള ഇറാൻ US ധാരണാപത്രം പുറത്തുവിട്ട് അൽ അറേബ്യ. അമേരിക്ക എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കും. ഇറാൻ ഇനി ആണവായുധം ഉണ്ടാക്കില്ല. ഹോർമൂസ് വഴി പഴയപടി കപ്പൽ നീക്കമെന്നും വ്യവസ്ഥ. കാൽപന്തിന്റെ വിശ്വരാജാക്കന്മാർക്ക് ലോകകപ്പിൽ വിജയത്തുടക്കം. അൾജീരിയയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. 3ഉം പിറന്നത് മെസ്സിയുടെ ബൂട്ടിൽ നിന്ന്. ലോകകപ്പിൽ ഹാട്രിക് ഇല്ല എന്ന പരിമിതിയും മറികടന്ന് ഫുട്ബോളിന്റെ മിശിഹ. ലോകകപ്പിൽ റെക്കോർഡുകളെ പഴങ്കഥയാക്കി ലിയോണൽ മെസ്സിയുടെ ചരിത്ര മുന്നേറ്റം. അൾജീരിയക്കെതിരായ ഹാട്രിക്കോടെ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡിനോടൊപ്പം ക്ലോസയെ മറികടക്കാൻ ഇനി വേണ്ടത് ഒരൊറ്റ ഗോൾ മാത്രം. 6 ലോകകപ്പ് കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും മെസ്സിക്ക്. ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നത് തടഞ്ഞ C5 ചാനലിനെതിരെ പ്രതിഷേധം. കൊള്ളലാഭമുണ്ടാക്കാനാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി. മുഴുവൻ യൂണിറ്റുകളിലും ലോകകപ്പ് മത്സരം പ്രദർശിപ്പിക്കാൻ ആഹ്വാനം. ഫിഫ നിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്നും ആരോപണം. RSS പരിപാടിയിൽ VCമാർ പങ്കെടുത്തതിൽ പ്രതിപക്ഷത്തിന് ഇരട്ടത്താപ്പെന്ന് മുഖ്യമന്ത്രി. മുൻപ് VCമാർ RSS പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പിണറായി ഒരക്ഷരം എതിർത്തു പറഞ്ഞില്ല. ദേവസ്വം ബോർഡ് അഭിഭാഷക നിയമനത്തിൽ തെറ്റ് കണ്ടപ്പോൾ തന്നെ തിരുത്തി. തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ പിടിച്ച് ഊഞ്ഞാലാടിയില്ല എന്നും സതീശൻ. കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ സംഘപരിവാറിന്റെ അതേ പണി CPIM ചെയ്തു എന്ന് മുഖ്യമന്ത്രി. പിന്നിൽ പ്രവർത്തിച്ചവരെയും പിടികൂടുമെന്ന് VD സതീശൻ. CPIM പ്രയോഗിച്ചത് വിഷരാഷ്ട്രീയമെന്ന് ഷാഫി പറമ്പിൽ. വിഷം നിറച്ച ബോംബ് നിർവീര്യമാക്കിയത് പൊതുജനമെന്നും ഷാഫി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നിർണായക നീക്കവുമായി SIT. DYFI നേതാവ് ജിതിൻ ഭാസ്കറിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഉറവിടം കണ്ടെത്തുക ലക്ഷ്യം. കാഫിർ സ്ക്രീൻഷോട്ടിനെ അത്ര വലിയ സംഭവമായി കൊണ്ട് നടക്കേണ്ടെന്ന് DYFI. മാധ്യമങ്ങൾക്ക് പ്രത്യേക താൽപര്യമെന്ന് V വസീഫ്. മുസ്ലിം ലീഗ് വിമർശനം തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ. ലീഗ് ചിന്തിക്കുന്നത് വർഗീയമായി മാത്രം. മുന്നണികൾ ലീഗ് എന്ന വർഗീയ സംഘടനയെ താലോലിക്കുന്നു. തന്നെ തിരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുന്നുവെന്നും യോഗനാഥം മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് വീണ്ടും മരണം. മരിച്ചത് കരിമ്പുഴ സ്വദേശി ജിജോ മോഹൻ. ജില്ലയിൽ ഒരാഴ്ചക്കിടയിൽ ഡെങ്കിപ്പനി മൂലം മരിച്ചത് 3 പേർ. സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തി ഷിഗല്ല ബാധിതരുടെ വർധനവ്. പകർച്ചവ്യാധികൾ തടയാൻ ഡ്രൈ ഡേ ആചരിക്കാൻ ആരോഗ്യവകുപ്പ്.
തൃശൂർ വടക്കഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ കയറ്റാതെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ക്രൂരത. കുട്ടികൾ കൈകൂപ്പി അപേക്ഷിച്ചിട്ടും അവഗണിച്ച് ബസ് ജീവനക്കാർ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിലെ പ്രതിഷേധമെന്ന് സൂചന. വിദ്യാർത്ഥികളുടെ യാത്ര തടഞ്ഞാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് SFI. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദ് കൊല്ലപ്പെട്ടതിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കണം. മുത്തശ്ശിയുടെ പരാതിയിൽ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടെന്ന് ശിശുക്ഷേമ വകുപ്പിനോട് കോടതി. സർക്കാർ സഹായമുണ്ടെങ്കിൽ സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പ്രിയദർശിനി പദ്ധതി തുടങ്ങിയതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം 50% കുറഞ്ഞു. സ്വകാര്യ ബസ് മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്നും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. ശരീര സൗന്ദര്യ മത്സര വിജയി ഷിനു ചൊവ്വയുടെ SI നിയമനം റദ്ദാക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ നീക്കം. പരിശീലനം നിർത്തിവയ്ക്കാൻ രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം. ബോഡി ബിൽഡറുടെ നിയമനത്തിൽ DGPയോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ചെന്നിത്തല. പാലാ മുനിസിപ്പാലിറ്റിയിൽ നാടകീയ രംഗങ്ങൾ. കൗൺസിൽ യോഗം നീണ്ടത് 1.5 മിനിറ്റ് മാത്രം. ഓട്ടോ സ്റ്റാൻഡ് പഴയപടി നിലനിർത്തുമെന്ന് പറഞ്ഞ് ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം ഇറങ്ങിപ്പോയി. നടപടി കോൺഗ്രസുമായുള്ള ധാരണ പ്രകാരം. ഒളിച്ചോട്ടമെന്ന് പ്രതിപക്ഷം. ഗുരുവായൂർ നഗരസഭയിലെ ഫുട്ബോൾ പ്രദർശനത്തെ ചൊല്ലിയുള്ള തർക്കം ഹൈക്കോടതിയിൽ. പ്രദർശനാനുമതി നിഷേധിച്ച മുനിസിപ്പൽ സെക്രട്ടറിയുടെ നടപടി ചോദ്യം ചെയ്ത് ഹർജി. കോടതി കയറിയത് നഗരസഭാ ഹാളിൽ. ലോകകപ്പ് ഫുട്ബോൾ പ്രദർശിപ്പിക്കുന്നതിനെ ചൊല്ലി സെക്രട്ടറിയും ഭരണകക്ഷിയും തമ്മിലുള്ള തർക്കം. കൊല്ലത്ത് യുവാവിനെ മർദ്ദിച്ച 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഇടപെടൽ. പരിക്കേറ്റ സിനി ലാലിന്റെ പരാതിയിൽ മർദ്ദനം മഫ്തിയിലെത്തിയ പോലീസുകാരോട് തിരിച്ചറിയൽ കാർഡ് ചോദിച്ചതിന്. നീറ്റ് പരീക്ഷയിൽ യോഗ്യത നേടാത്തതിൽ മനംനൊന്ത് ഉത്തരാഖണ്ഡിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കി. മരിച്ച റിയ താപ്പ +2 പരീക്ഷയിൽ 1ാം റാങ്കുകാരി. അമ്മയോടും അച്ഛനോടും I love you എന്ന് കുറിപ്പെഴുതി വച്ച് റിയ. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം പ്ലേ സ്റ്റോറിൽ നിന്നും ടെലഗ്രാം ആപ്പ് നീക്കി ഗൂഗിളും ആപ്പിളും നിയന്ത്രണങ്ങൾ. നീറ്റ് പരീക്ഷാ തട്ടിപ്പ് തടയുന്നതിന് വേണ്ടിയെന്ന് കേന്ദ്രം. ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച ടെലഗ്രാം. കേന്ദ്ര നടപടിയെ വിമർശിച്ച് ടെലഗ്രാം സ്ഥാപകൻ പവൽ ഡുറോവ്. കർണാടകയിൽ വീണ്ടും റിസോർട്ട് രാഷ്ട്രീയം. കോൺഗ്രസ് MLA-മാരെ വണ്ടർല റിസോർട്ടിലേക്ക് മാറ്റി. JDS-ഉം MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റും. നീക്കം നാളെ MLC തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മത്സര രംഗത്ത് 8 സ്ഥാനാർത്ഥികൾ. മുഹറം ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തർപ്രദേശ് സർക്കാർ. ആഘോഷങ്ങളിൽ ആയുധങ്ങൾക്ക് പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക്. ഉച്ചത്തിൽ സംഗീതം കേൾപ്പിക്കരുത് എന്നും നിർദ്ദേശം. തസിയയുടെ ഉയരം നിശ്ചിത പരിധിയിൽ കവിയാൻ പാടില്ല എന്നും ഉത്തരവ്. G7 ഉച്ചകോടിക്കിടെ UAE പ്രസിഡന്റുമായി പശ്ചിമേഷ്യൻ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ചർച്ചയായി. ഇന്ത്യ UAE പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്നും മോദിയുടെ എക്സ് പോസ്റ്റ്. സാന്റയുമായുള്ള വിവാഹ വാർത്ത സ്ഥിരീകരിച്ച് ഹോളിവുഡ് താരം ടോം ഹോളണ്ട്. സ്ഥിരീകരണം ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു എന്ന തരത്തിൽ AI ചിത്രങ്ങൾ പ്രചരിച്ചതോടെ ടോം ഹോളണ്ട് വിവാഹ വാർത്ത സമ്മതിച്ചത് AI ചിത്രങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിൽ. അഫ്ഗാനിസ്ഥാനെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. ശുഭ്മാൻ ഗില്ലിന്റെയും ഇഷാൻ കിഷന്റെയും സെഞ്ചുറി മികവിൽ 402 റൺസ് നേടി. 42 റൺസിനിടെ 7 വിക്കറ്റ് നഷ്ടമായത് ഇന്ത്യക്ക് തിരിച്ചടിയായി. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും.